ഹായ് എവ്രി വൺ, എൻ്റെ പേര് ശ്രുതി. +1 +2 അക്കൗണ്ടൻസി ഫാക്കൽറ്റിയാണ്. സോ +2ൽ നമ്മുടെ അക്കൗണ്ടൻസിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് വരുന്നുണ്ട് അല്ലേ. അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടൻസി വിത്ത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ +1ൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ടെക്സ്റ്റിലൊന്നും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലേ. നമ്മളിപ്പോൾ 2 സ്കീമാണെങ്കിലും സെയിം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത് എന്തായിരുന്നു? എക്സാമിൻ്റെ മാർക്കിലാണ്. അതായത് AFS ആണെങ്കിൽ 80 മാർക്കിനായിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ 60ലായിരുന്നു നിങ്ങളുടെ മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇവിടെ +2ലേക്ക് വരുമ്പോഴും ആ മാർക്കിംഗ് സിസ്റ്റത്തിനും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ മാർക്കിംഗ് എങ്ങനെയാണ് ഇനി AFS ആകുമ്പോഴും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആകുമ്പോഴും എന്തൊക്കെയാണ് ഡിഫറൻസസ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെയാണ് ആക്ച്വലി പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം നോക്കാം. ഇപ്പോൾ മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടൻസി വിത്ത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് അല്ലേ. സോ നിങ്ങളുടേത് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ, മിസ്സേ ഞങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണോ അതോ AFS ആണോ എങ്ങനെ തിരിച്ചറിയും? മക്കളെ ഇത്രയേ ഉള്ളൂ, 60 മാർക്കിനാണ് നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടേത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. 80 മാർക്കിനാണ് നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേത് AFS ആണ്. ഓക്കെ, അപ്പം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 2 പാർട്ട് വരുന്നുണ്ട്. സോ ഫസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പോൾ +1ൽ നമ്മൾ അവസാനത്തേക്ക് എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? അവസാന ചാപ്റ്റേഴ്സിൽ സോൾ പ്രൊപ്രൈറ്ററിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി അടുത്തൊരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് എന്ത്? പാർട്ട്ണർഷിപ്പ്. സോ ഈ ഒരു പാർട്ട് എക്കകത്ത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കാം. ഇനി ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാതും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ +1ലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സും എന്താണ് തിയറി പഠിച്ചു, പിന്നെ എങ്ങനെയാണ് റെക്കോർഡിങ് ചെയ്യുക എന്നുള്ള കാര്യം പഠിച്ചു, പിന്നെ BRS പഠിച്ചു, ഡിപ്രിസിയേഷൻ പഠിച്ചു. അവിടെ ഒന്നും വലിയ കണക്ഷൻ ഇല്ല. ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചാലാണ് നമുക്ക് അതിൻ്റെ ഒരു ബേസ് കിട്ടുള്ളൂ എന്നതിനുപരി ഇപ്പോൾ ബാങ്ക് റെക്കൺസീലിയേഷൻ പഠിച്ചില്ല എന്ന് വിചാരിച്ച് ഡിപ്രിസിയേഷൻ ചെയ്യാൻ പറ്റാതിരിക്കില്ല. ഓക്കെ, അവിടെ അത്രയും കണക്ഷൻ കുറവാണ്. എന്നാൽ +2ലേക്ക് വരുമ്പോൾ അതല്ല സ്ഥിതി. ഇവിടെ വരുന്ന ഓരോ ചാപ്റ്റേഴ്സും ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് ഫസ്റ്റ് പാർട്ടിൽ വരുന്ന ചില കോൺസെപ്റ്റിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നുണ്ടായിരിക്കും. അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് തേർഡ് ചാപ്റ്റർ വരുന്നുണ്ടായിരിക്കുക. അങ്ങനെ ഓരോന്നും എന്താണ് ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ഇതൊക്കെ അടുത്ത ചാപ്റ്റേഴ്സിനെയും എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ പഠിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണോ അത്? അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞ പ്യുവർ ലോജിക്ക് മാത്രമാണ്. എന്തുകൊണ്ടാണ് നമ്മളൊരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അക്കൗണ്ടൻസി സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു അല്ലേ. സോ ഇതിനകത്ത് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കുക. അതായത് നമ്മൾ പറഞ്ഞു 60 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ഇതിനകത്ത് 40 മാർക്കിൻ്റെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ബാക്കി 20 മാർക്കും ആ 20 മാർക്ക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ചാപ്റ്റേഴ്സിൽ നിന്നാണ്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 6 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഇതിനകത്ത് 20 മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, 60 മാർക്കിൽ 20 മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ടിൽ നിന്നായിരിക്കും വരുന്നുണ്ടായിരിക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ട്. ഓക്കെ, 40ലായിരിക്കും പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ടായിരിക്കാം. ഇതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലുള്ള കുട്ടികൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, സെറ്റാണല്ലോ. 60 മാർക്കിൽ 40 മാർക്ക് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. 20 മാർക്സിന് നിങ്ങൾക്ക് എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ തിയറി, 40 മാർക്സിന് പ്രാക്ടിക്കൽ. ഓക്കെ അല്ലേ. ഇനി അടുത്തൊരു സ്കീം എന്ന് പറയുന്നതാണ് അക്കൗണ്ടൻസി വിത്ത് AFS ആണ് അല്ലേ, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ പാർട്ട് A എന്ന് പറയുന്നത് ജനറൽ ആണ്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിക്കോട്ടെ, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, അവിടെ നിങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ്. 40 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി AFSന്റെ പാർട്ടിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇനി മാർക്ക് ടോട്ടൽ വരുന്നത് 40 മാർക്സ് ആണ്. അതായത് 40 മാർക്സിൽ നിന്ന് നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും 40 മാർക്സിന് AFSൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം.
കിട്ടിയല്ലോ. അപ്പം AFS എന്ന് പറയുമ്പോൾ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലേ. അതായത് ഇവിടെ നമ്മളൊരു കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ആക്ച്വലി പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഇത് ഈസി ആണോ ടഫ് ആണോ? കഴിഞ്ഞ വർഷത്തെ എക്സാം എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അതായത് ഇതുവരെ ചോദിച്ചിട്ടുള്ള പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഒരു ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ചോദിക്കാത്ത രീതിയിലുള്ള പലതരം ക്വസ്റ്റ്യൻസ്. ഇപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേണിലാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എക്സാം എഴുതാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതാനുള്ള ഒരു പ്രൊവിഷനൊക്കെ ഉണ്ട് അല്ലേ. എന്നാൽ വളരെ വ്യത്യസ്തമായിട്ട് ടേം എക്സാമിലൊന്നും ചോദിക്കാതെ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ആ ഒരു അവസ്ഥയൊന്നും നമുക്ക് വരാനായിട്ട് പാടില്ല. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് അക്കൗണ്ടൻസി അടിപൊളിയാക്കി സെറ്റാക്കി തരാനായിട്ട് ഞാനും ബിൻസി മിസ് ഉണ്ടായിരിക്കും. സോ അത് എങ്ങനെയാണ് നിങ്ങൾ ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുക, അല്ലെങ്കിൽ ഫുൾ A+ലേക്ക് എത്താൻ പറ്റുക എന്നുള്ള കാര്യം മിസ് പറഞ്ഞു തരാം. ഓക്കെ, നമുക്കിവിടെ ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ഓരോ ചാപ്റ്റേഴ്സിനെയും നിങ്ങൾ പഠിക്കുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. അതായത് ഇപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൻ്റെ ബേസിക്സ് ആണ് അല്ലേ. സോ ആ ഒരു ചാപ്റ്ററിലുള്ള എൻറ്റയർ കണ്ടൻസ് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ചെറിയ വീഡിയോസ് ആക്കും. അപ്പോൾ ചെറിയ വീഡിയോസ് എന്ന് പറയുമ്പോൾ 5 to 20 മിനിറ്റ്സിനകത്തുള്ള വീഡിയോസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കണ്ടുപഠിക്കാനായിട്ട് പറ്റും. ഇനി അത് എങ്ങനെ കാണേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് ടൈം ടേബിൾ, ഞങ്ങൾ തന്നെ കാണണോ, അങ്ങനെയുള്ളൊരു ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഓരോ ദിവസവും ക്ലാസ്സസ് കാണേണ്ടത്, എത്ര നമ്പർ ഓഫ് വീഡിയോസ് കാണണം എന്നുള്ള കാര്യമൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഓരോ ചാപ്റ്റേഴ്സിനെയും റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾ കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. സോ റെക്കോർഡഡ് വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പല ഡൗട്ട്സും ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. സോ ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് നേരിട്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള ഒരു അവസരം നമ്മുടെ ലൈവ് ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സോ ലൈവ് ക്ലാസ്സിനകത്ത് നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് മാത്രമല്ല, ഒരു ചാപ്റ്ററിൻ്റെ ഓവറോൾ ഒരു ഐഡിയ അല്ലെങ്കിൽ ഓവറോൾ ഒരു റിവിഷൻ പോലെ ആയിരിക്കും ലൈവ് സെഷൻ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ കണ്ടു, ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ എൻറ്റയർ കാര്യങ്ങളും വളരെ ഷോർട്ട് ആയിട്ട് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ നോട്ട്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും PDF നോട്ട്സും മാത്രമല്ല, ഇതൊക്കെ വെച്ച് നമ്മളൊരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം എന്താണ് ആ ചാപ്റ്ററിൻ്റെ എക്സാംസ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ ആപ്പ് വഴിയായിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. MCQ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ വേറൊരു എക്സാം, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ട് സജസ്റ്റഡ് ആൻസർ തരും. എന്നിട്ട് എക്സാം നിങ്ങൾ എഴുതുക. നിങ്ങൾ തന്നെ വാല്യൂ ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സാംസും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇത് മാത്രം പോരാല്ലേ, നമ്മളെല്ലാവരും പഠിക്കുന്നത് നമ്മുടെ പബ്ലിക് എക്സാമിന് നന്നായിട്ട് എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് എക്സൽ ചെയ്യണമെങ്കിൽ ആ ഒരു ചാപ്റ്ററിനകത്തുള്ള എൻറ്റയർ കാര്യങ്ങളും നമുക്കറിയണം. കൂടാതെ തന്നെ എങ്ങനെയൊക്കെയാണ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണം അല്ലേ. അതിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഫുൾ മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതൊക്കെ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, PDF നോട്ട്സ്, ചാപ്റ്റർ വൈസ് എക്സാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ആപ്പ് വഴി, ഈ ഒരു ബാച്ച് വഴി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സോ +2 അക്കൗണ്ടൻസ് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്.